നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള KSRTC ബസ്സുകൾ തമിഴ്നാട്ടിൽ തടയുന്നതിൽ പൊട്ടിത്തെറിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് തമിഴ്നാടിന് കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ KSRTC ബസ് പിടിച്ചിട്ടാൽ അവരുടെ ബസ് ഇവിടെ പിടിച്ചിടുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞത്. സംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് കൂടിയാലോചനയില്ലാതെ നികുതി വർദ്ധിപ്പിച്ചതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഗതാഗത വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് തമിഴ്നാടിന്റെ നടപടിയെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം, ശബരിമല സീസൺ വരികയാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ വരുന്നത്. ഞങ്ങളും ഖജനാവിൽ പണം നിറയ്ക്കും. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും. KSRTC വണ്ടി പിടിച്ചിട്ടാൽ തമിഴ്നാടിന്റെ വണ്ടിയും പിടിച്ചിടും. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അങ്ങനെ നമ്മുടെ അടുത്ത് കളിക്കേണ്ട. അയൽ സംസ്ഥാനവുമായി സ്നേഹത്തിൽ പോകുകയാണ്. കൂടിയാലോചിക്കാതെയാണ് തമിഴ്നാട് നികുതി ഉയർത്തിയത്. ഇന്ത്യ മുഴുവൻ ഒരു നികുതി എന്നാണ് കേന്ദ്രം പറയുന്നത്. കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നും ഗണേഷ് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ MLA-മാർ ഗ്രാമസഭകൾ ചേർന്ന് ബസ് റൂട്ടുകൾ തയ്യാറാക്കും. ഈ പെർമിറ്റുകൾ സർക്കാർ ലേലത്തിൽ വയ്ക്കും. പൊതുഗതാഗതം ഇല്ലാത്ത ഒരു ഇടവഴി പോലും സംസ്ഥാനത്തുണ്ടാകില്ല. ശൗചാലയങ്ങളുടെയും ഓഫീസിന്റെയും ശുചിത്വം ഉറപ്പാക്കാൻ KSRTC ഹൗസ് കീപ്പിംഗ് ടീം രൂപവൽക്കരിക്കുമെന്നും മന്ത്രി ഗണേഷ് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്ന അന്യസംസ്ഥാന ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ളവയടക്കം 545 ബസ്സുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. സ്റ്റേജ് ഗാരേജിനുള്ള പെർമിറ്റ് എടുക്കാത്തതിനാൽ സർക്കാരിന് വൻതുക നികുതി നഷ്ടമുണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിയതിന് ശേഷം സംസ്ഥാനത്ത് സ്റ്റേജ് ഗാരേജുകളായി സർവീസ് നടത്തുന്നത് തടയാൻ ഈ തീരുമാനമെന്നാണ് സർക്കാർ വിശദീകരണം. 650 ബസ്സുകൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഇവർക്ക് പെർമിറ്റ് നേടാൻ സമയം അനുവദിക്കുകയായിരുന്നു. സമയപരിധി അവസാനിച്ചപ്പോൾ 105 ബസ്സുകൾ മാത്രമാണ് പെർമിറ്റ് നേടിയത്. ഇതോടെ ബാക്കിയുള്ള 455 ബസ്സുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇത്തരം അന്യസംസ്ഥാന ബസ്സുകൾ തമിഴ്നാട്ടിൽ തടയരുതെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. തമിഴ്നാട്ടിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കൂടാതെ ഇതുവഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നുപോകുന്ന ബസ്സുകളെയും ഉദ്യോഗസ്ഥർ തടയുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ വിശദീകരണവും ആവശ്യപ്പെട്ടു. എന്തായാലും ഇപ്പോൾ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശക്തമായ ഒരു മുന്നറിയിപ്പാണ് തമിഴ്നാടിന് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ തടഞ്ഞാൽ അതിന്റെ പരിണിത ഫലം തമിഴ്നാടിന് കേരളത്തിൽ നിന്ന് കിട്ടുമെന്നായിരുന്നു ഗണേഷിന്റെ മറുപടി. ഗണേഷ് മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞു. ശബരിമല സീസൺ വരികയാണ്. ആ സമയത്ത് തമിഴ്നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു താക്കീത് പോലെ കൊടുത്തിരിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തരാണ് സീസൺ അടുക്കുമ്പോൾ ശബരിമലയിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ ഞങ്ങളും ശക്തമായ നടപടികൾ എടുക്കും. അത് ചിലപ്പോൾ ശബരിമല സീസണിലായിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഗണേഷ് കുമാർ കൊടുത്തിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഈ നീക്കത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. മാത്രമല്ല, ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കേരള നിയമസഭ കൂടുന്ന സമയത്താണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശക്തമായ നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും KSRTC ബസ്സുകളെ തമിഴ്നാട് ഉദ്യോഗസ്ഥർ തടയാൻ പാടില്ല. അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ അതിന്റെ തിരിച്ചടി ഇവിടെ നിന്നും തമിഴ്നാടിന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ വിഷയത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ വേണ്ടിവരും എന്നത് വ്യക്തമായിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും MK സ്റ്റാലിനും ഈ വിഷയത്തിൽ സംസാരിക്കുമോ, ചർച്ച നടത്തുമോ എന്നതൊക്കെ വഴിയെ അറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഗണേഷ് കുമാർ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്.